വരദൂരുണ്ട്. പാരീസിൽ നിന്ന് അദ്ദേഹം ചേരുകയാണ്. ശ്രീ കമാൽ വരദൂർ, ഇതിനുശേഷം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രതികരണം ഏത് രീതിയിലാണ്? ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ PT ഉഷയ്ക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു, എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം ഫോഗട്ടിന് എന്ന്. പക്ഷെ അങ്ങനെ ഇടപെടാൻ പറ്റിയ ഒരവസ്ഥയിലാണോ IOA? മഞ്ജുഷ്, ഒരു ഇടപെടലുകൾക്കും ഇനി ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ കൊടുത്തിരുന്നു, ഗുസ്തി ഫെഡറേഷൻ ഇടപെട്ടു എന്ന് പറയുന്നു. പക്ഷേ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ഷീ ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ക്വാളിഫൈഡ് എന്നുള്ളതാണ്. അതായത് അതിന് മറുഭാഗം എന്നുള്ള രീതിയിൽ, അതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ക്യൂബക്കെതിരായ, അതായത് സെമിയില് വിനേഷ് പൊഗാട്ട് തോൽപ്പിച്ചത് ക്യൂബൻ പ്രതിയോഗിയാണ്. ആ ക്യൂബക്കാരിയെ ഫൈനലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സമയം 7 മണിക്ക് ആ ഫൈനൽ നടക്കും. അതുകൊണ്ട് ഇനി ഒരു തരത്തിലും, അതായത് വിനേഷ് ഫോഗട്ടിന് മത്സരിക്കാനുള്ള സാധ്യത മാത്രമല്ല, അവരിപ്പോഴും കോമ്പറ്റീഷൻ 50 ഫ്രീ സ്റ്റൈൽ 50 കിലോഗ്രാം വിഭാഗത്തില് ഏറ്റവും ഒടുവിലെ, നമ്മൾ ടീം ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലെ പൊസിഷനിൽ ഡിസ്ക്വാളിഫൈഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാലും നമുക്കിനി സാധ്യതയില്ല. കാരണം നമ്മുടെ രാജ്യം പോലെ അല്ലല്ലോ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. അവരുടെ ചാർട്ടറിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് താരങ്ങളുടെ ഇപ്പോഴും നമ്മളെ ഗുസ്തി റെസ്ലിംഗ് എടുക്കുകയാണെങ്കിൽ താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അവരുടെ വെയിറ്റ് പരിശോധന ഇപ്പോഴ് പ്രിലിമിനറി റൗണ്ടിന്റെ തുടക്കത്തിൽ, അതായത് മത്സര ദിവസം രാവിലെ എടുക്കും, സെമിയിൽ എടുക്കും, ഫൈനലിൽ എടുക്കും. ഈ 3, അതായത് ഏത് കാറ്റഗറിയിലാണെങ്കിലും ആ മത്സര ദിവസം അവരുടെ വെയിറ്റ് പരിശോധിക്കും. ആ വെയിറ്റ് പരിശോധിക്കുമ്പോൾ ഭാരം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം റെസ്ലിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചില നിബന്ധനകൾക്ക് ഇളവുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ ഒരു ഇളവുകളുമില്ല. ആ രീതിയിലാണ് അവരിപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾക്ക് ഇനി ഒരു സാധ്യതയുമില്ല. എന്താണ് IOAയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്? താങ്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ PT ഉഷയുമായിട്ട്? നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉഷയുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാം ഷോക്ക്ഡാണ് ഈ കാര്യത്തിൽ. കാരണം ഷോക്ക്ഡ് എന്ന് പറഞ്ഞാൽ, നമ്മള് ശരിക്കും ഇന്നലത്തെ ഒരു ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് നല്ല ദിവസമായിരുന്നു. നമ്മൾ ഹോക്കിയിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ പോലും, സെമിയിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും നമുക്കൊരു വെങ്കല മാച്ചിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഞാനിപ്പോഴുള്ളത് സ്റ്റഡേ ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിലാണ്. ഇന്നലെ നമ്മൾ ഇവിടെ രാവിലെ നീരജ് ചോപ്ര അദ്ദേഹം ജാവലിനിൽ യോഗ്യത നേടുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ, ഇപ്പൊ വിനേഷ് 3 മത്സരങ്ങൾ ഇന്നലെ ജയിച്ചിട്ട് ഫൈനലിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് വളരെ ഹാപ്പി. ഹോക്കിയിലെ തോൽവിയിൽ പോലും നമുക്കൊരു മെഡൽ സാധ്യത ലൂസേഴ്സ് ഉള്ളത് കൊണ്ട്, അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഹാപ്പിയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ഞങ്ങള് രാവിലെ ഞങ്ങൾക്ക് IOA, അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഞങ്ങളെ ഇന്ത്യയിലെ മീഡിയ പ്രവർത്തകരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വന്ന ഒരു മെസ്സേജ് കണ്ടപ്പോൾ റിയലി ഷോക്കിംഗ് ആയിരുന്നു അത്. കാരണം അതിലാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരെ മത്സരത്തിൽ നിന്ന് മാറ്റി കൂടുതൽ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അവരുടെ സ്വകാര്യതയെ മാനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ PT ഉഷ, നമ്മുടെ ഇവിടുത്തെ സംഘത്തലവൻ, അതേപോലെ ഗഗൻ നരാങ്, ഇവരൊക്കെ കാണാനും സംസാരിക്കാനുമായിട്ടൊക്കെ ശ്രമിച്ചു. അവരൊക്കെ പറയുന്നു, അവരെല്ലാം ഷോക്കിലാണ്. കാരണം ആരും അറിയാത്ത, അതായത് എന്തായാലും എല്ലാവരും, നമ്മൾ ഏറെക്കുറെ ഇന്നത്തെ ആ ഫൈനലിലുള്ള ടിക്കറ്റുകൾ പോലും പൂർണ്ണമായിട്ട് വിറ്റഴിഞ്ഞിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തം അങ്ങോട്ട് ഒഴുകും എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നാണ് വളരെ പെട്ടെന്ന് സാഹചര്യങ്ങളൊക്കെ മാറിയത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോഴും PT ഉഷ അവരെ പോയി കണ്ടു, സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെയുള്ള ഏകദേശം ഈ റെസ്ലിംഗുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുന്നു. എല്ലാവരും ഷോക്ക് പറയുമ്പോഴും ഇതിലുള്ള ഒരു സത്യം എന്ന് പറയുന്നത്, നമ്മുടെ അതായത് 117 താരങ്ങൾ ഇന്ത്യൻ സംഘത്തിലുണ്ട്, 140 അംഗ സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫില് മെന്റേഴ്സ് ഉണ്ട്, ന്യൂട്രീഷ്യൻസ് ഉണ്ട്, ഫിസിയോസ് ഉണ്ട്, എല്ലാ തരത്തിലുമുള്ള, അതായത് ടീമിന് ഇപ്പോൾ ഈവൻ സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കായിക താരങ്ങൾ പലപ്പോഴായിട്ട്, നമ്മുടെ താരങ്ങൾ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള വലിയ വേദികളിൽ പുറകോട്ട് പോകാൻ ഒരു കാരണം ടെൻഷനാണെന്ന് പറയാറുണ്ടായിരുന്നു. കാരണം മത്സര തലേ ദിവസം ഉറക്കം വരാറില്ല, ഉറക്കം ഒഴിഞ്ഞ് ഇവരിങ്ങനെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ മത്സര ദിവസം ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റ് പോലുമുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തില് ഈ വിനേഷ് പൊഗാട്ടിന്, അതായത് ഇന്നലത്തെ 3 മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ഫുഡ് സപ്ലിമെന്റ് ആണ് കൊടുത്തത്, അല്ലെങ്കിൽ മെഡിക്കൽ സംഘം എന്താണ് ചെയ്തത് തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് പക്ഷേ ഇപ്പൊ നമ്മുടെ ടീം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം വെയിറ്റ് ലിഫ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കും, ഇപ്പൊ 50 കിലോഗ്രാം വിഭാഗത്തിൽ അവർ മത്സരിക്കുമ്പോൾ അവർ കുറയണം ഭാരം. ഇപ്പോൾ ഭാരം കുറയാനായിട്ട് വെള്ളം പോലും വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കാറുള്ളൂ എന്നൊക്കെ ടീം ഡോക്ടർ പറയുമ്പോഴും
എന്തുകൊണ്ട് വിനേഷിന് അക്കാര്യത്തിൽ, കാരണം ഫൈനലിലേക്ക് എത്തിയ ഒരു താരമാണ്. ഈ ഫൈനലിലേക്ക് എത്തിയ ഒരു താരത്തിന് തലേദിവസം എത്രമാത്രം അവർ കറക്റ്റ് ആയിരിക്കണം ഫിസിക്കലി ആൻഡ് മെന്റലി എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം എവിടെ എന്ന ചോദ്യത്തിന് പക്ഷെ ആരും ഉത്തരം നൽകുന്നില്ല. അത് ഇതിനെപ്പറ്റിയും PT ഉഷയോട് സംസാരിക്കുമ്പോഴും ഒരു മറുപടിയും ഇല്ല. അല്ല, അവര് പറയുന്ന ഒരു കാര്യം അവരും ഞെട്ടലാണ് എന്നുള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ച് അവരൊരു അന്വേഷണം നടത്തിയിട്ടില്ല. കാരണം ടീം ഡോക്ടറോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ ഒരു കാര്യം, അവർക്ക് അറിയാവുന്ന കാര്യം ഇതൊക്കെയാണ്, പക്ഷെ അത് ചെയ്തില്ല. അതായത് അത് ശ്രദ്ധിക്കാൻ ആര് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ അദ്ദേഹത്തിന് വിനേഷിന്റെ കോച്ചുണ്ട്, പിന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി, വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ഉണ്ടായിരുന്നുവല്ലോ. അവർ എക്സസൈസ് ചെയ്തിരുന്നു നന്നായിട്ട്. അത് മാത്രമല്ല, ഈ വെയിങ് പരിശോധനയ്ക്ക് കയറിയ സമയത്ത് പോലും ആ 15 മിനിറ്റ് ഇടവേള, ആ സമയത്ത് പോലും അവർ അതിനുള്ള ശ്രമം നടത്തിയെന്നാണ് റിപ്പോർട്ട് വരുന്നത്. അല്ല, റിപ്പോർട്ട് അങ്ങനെയാണ്, പക്ഷെ അങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഈ വെയിറ്റ് എങ്ങനെ കൂടി 100 ഗ്രാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. രാവിലെ നമ്മൾ കേട്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലും ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. 2 കിലോ കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ആ റിപ്പോർട്ടിന് ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് കൺഫേംഡ് ആയിട്ട് വന്ന റിപ്പോർട്ടാണ് 100 ഗ്രാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ പഴയ റെസ്ലേഴ്സ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. ആ രീതിയിലുണ്ടല്ലേ? അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ സംസാരമുണ്ടോ? ആ രീതിയിൽ പറയുന്നുണ്ട് കാര്യം. അതായത് ഇപ്പം നമുക്ക് മത്സര ദിവസം ഒരു വിനേഷ് ആണെങ്കിലോ ഏത് റെസ്ലർ ആണോ മത്സരിക്കുന്നത്, അവർ തന്നെ പേഴ്സണലി എടുക്കുന്ന ചില എന്താ പറയുക കെയർഫുൾ ആയിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ എന്തൊക്കെ കഴിക്കണം, എന്തെല്ലാം കഴിച്ചപ്പം അല്പം വെള്ളം കൂടുതൽ കഴിച്ചാൽ, അതായത് ഇപ്പൊ മത്സര ദിവസം ആ രാവിലെ നിങ്ങൾ വെയിറ്റ് ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ അല്പം വെള്ളം കൂടുതൽ കഴിച്ചാൽ പോലും ഒരുപക്ഷെ ശരീരഭാരം കൂടിയേക്കാം. ഇപ്പം ഇന്ന് അവർ പറഞ്ഞൊരു കാര്യം, മുടി പോലും ഞങ്ങൾ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്ത് കുറെ ഭാരം കുറക്കാനായിട്ട് ശ്രമിച്ചു, ഇന്നലെ ഉറങ്ങിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫുഡ് സപ്ലി ഇനിയിപ്പോൾ ശരിക്കും നമുക്ക് ഇതുവരെ വിനേഷുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവരിപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിച്ച് അവർ ഹോസ്പിറ്റലാണ് ഉള്ളത്, ഇവിടുത്തെ ഒളിമ്പിക്സ് വില്ലേജിലെ ഹോസ്പിറ്റലാണ് ഉള്ളത്. അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ശരിക്കും വിനേഷ് തന്നെ സംസാരിക്കും.